രമേ പുഷ്പലതയാ റിഹേഴ്സലിനങ്ങ് എത്തിയേക്കണേ. ഇലക്ഷന്റെ പ്രചരണത്തിന് 4 നാടകവാ. അപ്പ യു പി, ബീഹാറിലെ മൽഹാർ, മോദിജി ദൈവപുത്രനോ, യോഗമുള്ള യോഗി. എല്ലാത്തിനും പങ്കെടുക്കണം. 25 ദിവസേ ഉള്ളൂ ഇലക്ഷന്. വരുന്ന എല്ലാ ഉത്സവത്തിനും നമ്മൾ നാടകത്തിന് ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. ബി കേരളം പിടിച്ചാ പിന്നെ ഇരട്ട എഞ്ചിനാ. കേന്ദ്രത്തിലും കേരളത്തിലും ഒരു മെയ്യ് ഒരു മനസ്സ്. കേരളത്തിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാ രാജീവണ്ണൻ പറഞ്ഞേക്കുന്നത്. വികസനത്തോടെ വികസനമായിരിക്കും. ആ ബിഗ് ബോസിലെ ചെക്കനില്ലയോ, അവന് മുഖ്യമന്ത്രി ആവണമെന്ന്. അതെങ്ങനെ നടക്കാനാരമേ? രാജീവണ്ണനും സുരേഷ് ഗോപി അണ്ണനും വിചാരിച്ചിട്ടല്ലേ കേരളം മൊത്തം ഇങ്ങനെ താമര വിരിക്കാൻ പറ്റിയത്. സുരേഷിനൻ എന്തായാലും ആഭ്യന്തരവാ. ആ ഷിറ്റും 4 വെടിയും പുകയും കേൾക്കുമ്പോ തന്നെ ഒരു രോമാഞ്ചം വരുന്നില്ലേ? രാജീവണ്ണ എന്തായാലും മുഖ്യമന്ത്രിയാവണം. പുള്ളിക്കാരെ വന്നതിന് ശേഷമാണ് നമ്മുടെ പാർട്ടിക്കൊരു രാശിയൊക്കെ തെളിഞ്ഞ്. അതെങ്ങനെ തെളിയാതിരിക്കും? നിനക്കറിയത്തില്ലയോ? പുള്ളി മൂലമാ നക്ഷത്രം. മൂലം പിറന്നാലേ മുക്കിന് മുക്കിന് താമര വിരിയിക്കുമെന്നാ. പിന്നെ ഈ റിഹേഴ്സൽ കഴിഞ്ഞ് വേറെയും പരിപാടിയുണ്ട് കേട്ടോ. 25 ദിവസത്തേക്ക് മാരത്തോൺ നാമജപം, നിത്യപൂജ, പിന്നെ ഒരു പ്രത്യേക ഐറ്റം ഉണ്ട്. എല്ലാ മണ്ഡലത്തിലും MLA പൊങ്കാല. അതിന് എല്ലാ വീട്ടിലെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ അങ്ങ് വിളിക്കണം. അതൂടെ കഴിയുമ്പോഴേ നാടൊന്ന് ഇളകും. ആൾക്കാരൊക്കെ അങ്ങ് അറിയും നമ്മുടെ വില എന്തുവാന്ന്. പിന്നെ ശാഖയിന്ന് താമര വിത്ത് തരുന്നുണ്ട്. അത് മേടിക്കണം ഇലക്ഷൻ വർക്കിന് ഇറങ്ങുമ്പോ. വഴി കാണുന്ന കാട്ടിലും കുളത്തിലും തോട്ടിലും എവിടെ വെള്ളക്കെട്ട് കണ്ടാലും അവിടെ അങ്ങ് ഇട്ടേക്കണം. എങ്ങാനും ഇലക്ഷന് തോറ്റാലും താമര വിരിയാതിരിക്കരുത്.